ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. മക്കളെ, +2 നമ്മൾ +1 അടിച്ചു പൊളിച്ച് റാൻസിന്റെ ക്ലാസ്സുകൾ കണ്ട മക്കളാണ്. നിങ്ങൾക്ക് കൂടുതൽ റാൻസിനെ പരിചയപ്പെടുത്തേണ്ട, എന്നെ പരിചയപ്പെടുത്തേണ്ട നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നിങ്ങളുടെ ഫിസിക്സും നിങ്ങളുടെ മാത്സും ഓക്കെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് സാറ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം അല്ലടാ. റാൻസ് ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് നിങ്ങളുടെ ഫിസിക്സിന്റെയും നിങ്ങളുടെ മാത്സിന്റെയും ക്ലാസ്സുകൾ ഏറ്റവും സൂപ്പർബായിട്ട് നമ്മൾ തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഇല്ലേ മക്കളെ? അപ്പൊ അതുപോലെ തന്നെ +1 പോലെ തന്നെ +1 ഏറ്റവും സൂപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടിയ പോലെ തന്നെ +2 അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ റാൻസ് +2 എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടാ, ഒന്ന് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കടാ. എങ്കിൽ നമ്മളിതാ റാൻസിന്റെ +2ന്റെ ഞാൻ ഇപ്പോഴും നിങ്ങളെ കാണുമ്പോൾ +1 കുട്ടികളായിട്ട് എനിക്ക് തോന്നുന്നത്. എടാ സോറി, നിങ്ങൾ +2ന്റെ ഫിസിക്സിന്റെ ക്ലാസ്സുകൾ ഇന്നു മുതൽ തുടങ്ങാം. ഓക്കെ, ഫിസിക്സിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്, ഏത് രൂപത്തിലാണ് വേണ്ടത്, നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിനെ 4 ടോപ്പിക്കുകളായിട്ട് പതിയെ ചാപ്റ്റർ തീർക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ടോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള ടോപ്പിക്കിലൂടെയും, രണ്ടാമത്തത് ഡൈപോൾ എന്നുള്ള ടോപ്പിക്കും, മൂന്നാമത് ഗോസസ് തിയറത്തിന്റെ 2 ഡെറിവേഷനും, നാലാമത്തത് ഗോസസ് തിയറത്തിന്റെ ലാസ്റ്റ് ഡെറിവേഷനുമായിട്ട് അങ്ങനെ തീർക്കാം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ലൈവ് വേറെ വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് റിവിഷൻ ലൈവ് സാധനങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചെറിയ വീഡിയോയിലൂടെ 5 മിനിറ്റ് 10 മിനിറ്റിന്റെ വീഡിയോയിലൂടെ ഒരു ചാപ്റ്റർ പതിയെ നമുക്ക് തീർക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാനും എളുപ്പമാണ്, പഠിക്കാനും എളുപ്പമാണ്. റാൻസ് കൂടണ്ടടാ, കട്ടക്കുണ്ടടാ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫിസിക്സിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് താഴെ കമന്റ് ചെയ്യണം. ഓക്കെ ആണ് മക്കളെ? ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യണം കേട്ടോ മക്കളെ. ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ചാപ്റ്റർ സ്കൂളിലൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. പല മക്കളും കുറേ മക്കൾ കമന്റിലും അതുപോലെ തന്നെ കുറെ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സാറേ ഇതിൽ ലാസ്റ്റ് ഗോസസ് തിയറത്തിന്റെ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ എന്താ പറയാ ഡൈപോളിന്റെ അവിടെ നിന്നുള്ള ആക്സിയൽ ലൈനിലുള്ള ഒരു ഡെറിവേഷൻ ഒക്കെ സാറേ മനസ്സിലായിട്ടില്ല, അതൊന്നും എടുത്തു തരണം എന്ന് പറയാറുണ്ട്. മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുക്കുന്നത് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് എക്സാമിനർ ഇല്ലാത്തൊരു ചോദ്യ പേപ്പർ മക്കളെ, നിങ്ങളുടെ മുന്നിലൂടെ ഒരു ചോദ്യ പേപ്പർ കടന്നു പോകാന്നുള്ള 100% ഉറപ്പോട് പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കും, അതിന്റെ ഡെറിവേഷൻ നമ്മൾ പഠിക്കും, അതിന്റെ പിക്ചർ നമ്മൾ വരച്ചു കൊടുക്കും. ഇലക്ട്രിക് ഫീൽഡ് അനുസരിച്ച് പിക്ചർ നമ്മൾ വരക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. വീഡിയോ കഴിയുന്നവരെ കാണണം. ഓക്കെ, ആവേശം കൊണ്ട് എന്തൊക്കെയോ പറയാം. ശ്രദ്ധിച്ചോ നോക്കടാ. ആദ്യം ഇലക്ട്രിക് ഫീൽഡ് എന്താ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് നിങ്ങൾക്ക് അറിയാം, ഒരു എന്താ പറയാ, ഒരു ചാർജിന് അറൗണ്ട് ഉള്ള ഫീൽഡിനാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം, അല്ലെ? ഫീൽഡ് അറൗണ്ട് ചാർജ്, അവിടെ എന്താവും? ഫോഴ്സ് ഇസ് എക്സ്പീരിയൻസ്. എടാ, ഒരു ചാർജിന് ചുറ്റുള്ള സ്ഥലം, അവിടെ എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. എന്നെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. നിങ്ങൾക്ക് അറിയാം. എടാ മക്കളെ, നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? F = 1/4πε0 Q1 Q2 / r². ആർക്കറിയാത്ത സാറേ? ഇറ്റ്സ് വെരി ഫേമസ് ആയിട്ടുള്ള കുളോംസ് ലോ അല്ലേ സാറേ? ആണ്. എടാ, അതിന് എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുക? നിങ്ങൾക്കറിയാം എന്ത്? F = എന്താണ്? F = നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ F = QE. നിങ്ങൾക്ക് അറിയുന്ന ഒരു ഫേമസ് ഇക്വേഷൻ F = QE. then നോക്കടാ, E = F/Q അല്ലേ? then നോക്കടാ, E = F/Q അല്ലേ? E = F എന്താ നമുക്കറിയാം, 1/4πε0 Q. ഞാൻ Q1 Q2 എന്ന് മാറ്റി, 2 Q ആക്കി. Q × Q /r² ഹോൾ ഡിവൈഡ് ബൈ എന്തുണ്ടടാ? എഫിന് എന്ത് ഡിവൈഡ് ചെയ്യുക? എന്തുകൊണ്ട്? Q ഉണ്ട്. ഹോൾ ഡിവൈഡ് ബൈ Q. Q മട്ടി. ഇനി എന്താണ്? E = അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? 1/4πε0 Q/r². എന്താടാ? Q/r². ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. സിമ്പിളാ. നിങ്ങൾ കുളോംസ് ലോയിലെ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതിക്കോ, എഴുതൂലേ? പ്രയാസമില്ല. അടുത്ത അറിയാം F = QE എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? അതും അറിയാം. E = F/Q എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? അതും അറിയാം. നിങ്ങൾ എന്ത് ചെയ്താൽ കുളോംസ് ലോന്റെ ഇക്വേഷൻ ഒരു ക്യൂനെ ഒഴിവാക്കിയാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഒക്കെ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. 2 ക്വസ്റ്റ്യൻസ് 2 മാർക്കിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ്. എവിടുന്ന തുടങ്ങുക? പോസിറ്റീവ് ആൻഡ് എൻഡ് ടു നെഗറ്റീവ്. എടാ, പോസിറ്റീവ് എന്ന് തുടങ്ങിയിട്ട് നെഗറ്റീവ് വരെ പോകുന്ന ഒരാളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നെട്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ പോസിറ്റീവ് ചാർജസ് ആർ റേഡിയലി ഔട്ട്വേർഡ് ആൻഡ് നെഗറ്റീവ്ലി ചാർജസ് ആർ റേഡിയലി ഇൻവേർഡ്. എടാ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട്, റേഡിയലി ഔട്ട്വേർഡ് ആണ്. അതായത് ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അയാളുടെ ഇലക്ട്രിക് ഫീൽഡ് പുറത്തോട്ടാണ് മക്കളെ, പുറത്തോട്ടാണ്. ഇതുപോലെ തന്നെ ഒരു സൂര്യൻ വരക്കുന്ന പോലെ തന്നെ പുറത്തോട്ടാണ്. പക്ഷേ ഒരു നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് റേഡിയലി ഇൻവേർഡ് ആണ്. ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്?
ഉള്ളിലേക്കാ വരിക. നമ്മൾ ഒരുത്ത വരക്കുന്നുണ്ടോ, വരച്ചു പഠിക്കും. രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞു. മൂന്നാമത്തെ എന്താ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. അവരിങ്ങനെ എന്ത് ചെയ്യില്ല, ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കൂല. ഒരു ഉണ്ടാക്കണ്ടോ ഇവിടെ ഇങ്ങനെ ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കണ്ടോ? ഇല്ല, ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കൂല. നാലാമത്തെ പോയിന്റ്, ടു ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട്. രണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇങ്ങനെ ക്രോസ് ചെയ്യൂല മക്കളെ, ഇങ്ങനെ ക്രോസ് ചെയ്യില്ല, ഒരിക്കലും കൂട്ടിമുട്ടൂല. 4 പോയിന്റ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് എൻഡ് ടു നെഗറ്റീവ്. 1. രണ്ടാമത്തെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻ പോസിറ്റീവ് ചാർജ് റേഡിയലി ഔട്ട്വേർഡ് ഒക്കെ പുറത്തോട്ടാ, പക്ഷെ നെഗറ്റീവ് ചാർജ് റേഡിയലി ഇൻവേർഡ് ഒക്കെ ഉള്ളിലോട്ടാ. രണ്ടാമത്തെ കഴിഞ്ഞു. മൂന്നാമത്തെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്. അവർ ക്ലോസ് ആയിട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കൂല. നാലാമത്തെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട്. അവർ കൂട്ടിമുട്ടൂല. പഠിച്ചോ ക്ലിയർ ആയോ? കൃത്യമായിട്ട് പഠിച്ചോ. ദെൻ അത് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ടോപ്പിക് ഇതാ, നമ്മൾ പറഞ്ഞു പോസിറ്റീവ് എന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരക്കാൻ പറഞ്ഞാൽ എങ്ങനെ വരക്കണതാ, ഇതുപോലെ റേഡിയൽ ഔട്ട്വേർഡ് പുറത്തോട്ട് വരക്കണം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരക്കണതാ, ഇതുപോലെ ഉള്ളിലോട്ട് വരക്കണം. ഇനി ചോദിക്കാവുന്ന അടുത്തൊരു സാധനമാണ് രണ്ട് പോസിറ്റീവ് ചാർജ്. എടാ പുറത്തോട്ട് ഇങ്ങനെ വരക്കുന്നു അല്ലെ, പിന്നെ ഇതെന്താണ് ഇങ്ങനെ വളയാൻ കാരണം, ഇതുപോലെ നേരെ ഇങ്ങനെ പോവാൻ നിൽക്കുന്നു. അപ്പോഴാണ് ഇവിടെ അടുത്തൊരു പോസിറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യോ, ഇല്ല, റിപ്പൽ ചെയ്യോ, അതങ്ങനെ പോണേ. അതാണ് ഇങ്ങനെ മുകളിലോട്ട് പോകണം കേട്ടോ. ഓക്കെ, അതാണ് ഇങ്ങനെ മുകളിലോട്ട് പോകാൻ കാരണം. അല്ലെങ്കിൽ ഇങ്ങനെ പോവുമായിരുന്നു, പക്ഷെ അട്രാക്ട് ചെയ്യോ ഇല്ല, അപ്പൊ റിപ്പൽ ചെയ്തിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. അടുത്തതാണ് ഇലക്ട്രിക് ഡൈപോൾ പറഞ്ഞാൽ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവോ, അതിനാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയാം. എടാ പോസിറ്റീവ് എന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നെഗറ്റീവിലേക്ക്, അങ്ങനെയല്ല നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് എൻഡ് ടു നെഗറ്റീവ്. എന്നിട്ട് പോസിറ്റീവ് എന്നതാ പുറത്തോട്ട് പോകുന്നു, നെഗറ്റീവ് ഇതാ ഉള്ളിലോട്ട് കയറുന്നു. ഈ പിക്ചേഴ്സ് ഒന്ന് ബൈഹാർട്ട് ചെയ്തൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് അതിന്റെ ഇക്വേഷൻസ് പറഞ്ഞു, എങ്ങനെ ഡിറൈവ് ചെയ്യാന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രോപ്പർട്ടീസ് പഠിച്ചു. മൂന്നാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പിക്ചർ പഠിച്ചു. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്റർ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെറിവേഷൻ ഒന്ന് ചെയ്ത് പഠിച്ചു നോക്കാം. ഓക്കെ മക്കളെ, നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ നിങ്ങൾ താ. എങ്ങനെയാണ് സാർ ഈ ടോപ്പിക്കാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഈ ടോപ്പിക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് വേണം സാർ, ഈ ടോപ്പിക്ക് ഒന്നുകൂടെ പറഞ്ഞുതരൂ എന്നുള്ള കമന്റ്സുകൾ കൊണ്ടുപോവാ. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കും മക്കളെ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.